ഹായ് മക്കളെ, അങ്ങനെ ഒരുപാട് ക്ലാസ്സുകളൊക്കെ കണ്ടതിന് ശേഷം കുട്ടികൾ എക്സാം എഴുതിയിരിക്കുകയാണ്. ഏകദേശം 12:09 ആയിട്ടുണ്ട്. 12:15 എക്സാം കഴിയുന്നത്. അപ്പോൾ എക്സാം ടഫ് ആണോ എളുപ്പമാണോ എന്നൊന്നും അറിയില്ല. ഇനി കുട്ടികൾ വന്നിട്ട് വേണം നമുക്ക് എന്താക്കാൻ ബാക്കി ചോദിക്കാൻ. സോ നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്യാണ്. സാറ് പറഞ്ഞ സാറ് പറഞ്ഞില്ലേ എക്സാം എഴുതുമ്പോ സാറിന് മുഖം ഇറന്നു വരും, അതേപോലെ തന്നെ പിന്നെ ഇക്വേഷൻ ഒക്കെ ചോദിച്ച് കുറച്ച് ട്വിസ്റ്റഡ് ആക്കിയിരിക്കണം ക്വസ്റ്റ്യൻ. ഞാൻ സാറ് പറഞ്ഞ പോലെ ടൈം ടേബിൾ ഒക്കെ ഇട്ട് പഠിച്ച് എനിക്ക് ഇത്രയും കാലം മാത്സ് ടഫ് ചെയ്യുന്നു. സാറ് പറഞ്ഞ ടൈം ടേബിൾ വെച്ച് ചെയ്തപ്പോ കുറച്ചുകൂടി ഈസി. സൂപ്പർ അടിപൊളിയാ കേട്ടോ. സാറിന്റെ ക്ലാസ് ഒന്നും മിസ് ചെയ്യില്ല. അപ്പൊ ഇനി വരുന്ന ജൂനിയേഴ്സിനോട് എന്താ പറയാനുള്ളത്? 9ാം ക്ലാസ്സുകാരോട് നിങ്ങൾ സൈലത്ത് ചേരാ. അടിപൊളിയാണ്. കോൺസെപ്റ്റ് പഠിച്ചാൽ സെറ്റാണ്. എ പ്ലസ് കിട്ടും. സൂപ്പർ. മാത്സിൽ എ പ്ലസ് വരുന്ന പുലികളൊക്കെ നമ്മൾ പറഞ്ഞല്ല, സാറ് പറഞ്ഞല്ല, ഇതേ ഏകദേശം ഇതേപോലെ തന്നെ വന്നു. അതുകൊണ്ട് കോൺസെപ്റ്റ് ഒക്കെ ചെയ്യാൻ പറ്റി. എല്ലാ ലൈവും കണ്ടിട്ടുണ്ട്, അതുപോലെ തന്നെ എഴുതാനും പറ്റി. ആണോ? എന്താ അടിപൊളി. എ പ്ലസ് കിട്ടോ? മാത്സ് എ പ്ലസ് കിട്ടോ? കോൺഫിഡൻസിലാണ്. സൂപ്പർ ആയിരുന്നു. എ പ്ലസ് കിട്ടോ? ആണ്. അടിപൊളി. കോൺസെപ്റ്റ് ഒക്കെ പഠിച്ചിട്ട് പോയി. എ പ്ലസ് കിട്ടും. മാത്സ് എന്താ അവസ്ഥ? എല്ലാം വന്നിട്ടുണ്ടോ? എന്താ ആണല്ലേ? എക്സാം അടിപൊളി എക്സാം ആയിരുന്നു. അത് എഴുതി ഓർ ക്വസ്റ്റ്യൻസ് കിട്ടും. എന്താ തോന്നുന്നത്? അടിപൊളി. ചില ക്ലാസ്സുകൾ കാണാറുണ്ടോ? ആണല്ലേ? എങ്ങനെയായിരുന്നു മോളെ? ആണല്ലേ? എങ്ങനെയായിരുന്നു? എന്താ തോന്നുന്നു? നിങ്ങൾ സ്ഥിരമായിട്ട് കാണാറുണ്ടോ മക്കളുടെ? കുറെ പാരന്റ്സ് ടീച്ചറാണോ? ഓ അത് ശരി, അടിപൊളി. മിസ്സിന്റെ പേര് ലീന. ഏതാണ് സബ്ജക്ട്? സന്തോഷം. ഒരു ടീച്ചറിന്റെ നമ്മോട് ഇങ്ങനെ പറയുമ്പോൾ അത് ഭയങ്കര സന്തോഷല്ലേ? എന്തായാലും സന്തോഷം. കുട്ടികൾ ഉഷാറാവും. എങ്ങനെയായിരുന്നു എക്സാം മൊത്തത്തിൽ? എളുപ്പത്തിന് എ പ്ലസ് കിട്ടോ? ആണോ? എങ്ങനെയുണ്ട്? സൈലന്റ് ക്ലാസ്സുകൾ കാണാറുണ്ടോ? എങ്ങനെയുണ്ടായിരുന്നു എക്സാം? കൊള്ളായിരുന്നു. സാറ് പറഞ്ഞ മെഷർമെന്റ്സ് ഒന്നും മാറിയില്ല. സാറിന്റെ മെഷർമെന്റ്സ് മാറും പറയുന്നുണ്ട്. മെഷർമെന്റ്സ് മാറാൻ അങ്ങനെ സെയിം നമ്പർ തന്നു. എ പ്ലസ് കിട്ടോ? എങ്ങനെയായിരുന്നു എക്സാം? അടിപൊളിയായിരുന്നു. ഇനി വരുന്ന ജൂനിയേഴ്സിനോട് എന്താ പറയുള്ളൂ? 9ാം ക്ലാസ്സുകാരോട് നമ്മളെ എന്താ പറയുക, നല്ലോണം മോട്ടിവേറ്റ് ചെയ്ത് സൈലത്തിലേക്ക് വരാൻ വേണ്ടി, പ്രത്യേകിച്ച് +2 ചേച്ചിമാരത് കണ്ടപ്പോ ഭയങ്കര മോട്ടിവേഷൻ ആയി. നിങ്ങൾക്ക് ഒരു മോട്ടിവേഷൻ ആയി +2 ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ കണ്ടപ്പോ. അപ്പൊ നിങ്ങൾ അത് കണ്ടിട്ടാണ് സൈലത്തിലേക്ക് വരുന്നത്. ഞാൻ തോന്നില്ല. അടിപൊളി. അപ്പൊ അതും കൂടി കണ്ടപ്പോ ഒന്ന് ഉറപ്പായില്ലേ? അതെ. എങ്ങനെ എക്സാം ആണ്? എ പ്ലസ് കിട്ടോ? സാർ ആദ്യമായിട്ടാണ് മാത്സ് ഞാൻ ഇങ്ങനെ എഴുതുന്നത്. സാർ ഉണ്ടായതുകൊണ്ട് മാത്രമാണ് ഞാൻ കിട്ടോ? പ്രതീക്ഷയുണ്ട്. ഇതിന് മുമ്പ് എ പ്ലസ് കിട്ടാറുണ്ടായിരുന്നോ? ഇല്ല. അപ്പൊ ഇതിൽ കിട്ടും പ്രതീക്ഷയുണ്ട്. ഇതുപോലെ അതിലും വലിയ എന്തോന്ന് വേണോ? നിങ്ങൾ ടീച്ചറാ? എന്റെ മോൾ 10ലാണ്. ഫുള്ള് ലാസ്റ്റ് വരെ കാണും. 2 മണി 3 വരെയൊക്കെ കാണും. ആണല്ലേ? ഗ്രാഫ് വന്നെന്ന് പറഞ്ഞു. ഗ്രാഫ് വന്ന അത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുട്ടികളോട്. ഗ്രാഫ് വരുമെന്ന് പറഞ്ഞു. അത് കിട്ടും. അപ്പൊ ഗ്രാഫ് വന്നിട്ടുണ്ട്. അത് കിട്ടും. അത് കുഴപ്പമൊന്നുമില്ല. ഗ്രാഫ് ജസ്റ്റ് ഒന്ന് അറിഞ്ഞാൽ മതി. സാറിനെ കണ്ടിട്ട് ഇറങ്ങി വന്നത്. ആണോ? ബസ്സിൽ ഇറങ്ങി വന്നതാ? ഇന്നലെ ഇരുന്ന് കണ്ടിട്ടല്ലേ ആണോ? എന്നിട്ട് എന്താ തോന്നുന്നത്? അടിപൊളി. ഒരു ചോദ്യം പോലെ എനിക്ക് തോന്നുന്നത് റിപ്പീറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങളില്ല, പക്ഷേ കോൺസെപ്റ്റ് അറിയുന്ന കുട്ടിക്ക് എ പ്ലസ് കിട്ടും. പ്രതീക്ഷ ഉണ്ട്. പരീക്ഷ സാറിന്റെ ക്ലാസ് ഫുൾ ടൈം കാണുന്നു. എ പ്ലസ് കിട്ടും. ഓ എ പ്ലസ് കിട്ടുമോ? അടിപൊളിയാണ്. ഓ 3 ദിവസം ഫുള്ള് സാറിന്റെ ക്ലാസ് ആണ്. ഇരുന്ന് കണ്ട് റിപ്പീറ്റ് അടിച്ച് കണ്ട്. ഓ കോൺസെപ്റ്റ് കിട്ടി. കോൺസെപ്റ്റ് കിട്ടി. ഓ കോൺസെപ്റ്റ് കൊണ്ട് ഫുള്ള് എഴുതാൻ പറ്റുമോ? ഓ സിമ്പിള്. ആണോ? എ പ്ലസ് കിട്ടും തോന്നുന്നുണ്ടോ? ചിലപ്പോ കിട്ടും, അല്ലെങ്കിൽ കിട്ടൂല. കിട്ടും. ആണോ? വിചാരിച്ച പോലെ എഴുതാൻ പറ്റുമോ? പക്ഷേ ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കി, എല്ലാം ഡിഫറെന്റ് മോഡലാ ആണ്. അപ്പൊ ഓർ ക്വസ്റ്റ്യൻ എഴുതാൻ പറ്റും. എന്താണ് ടൈം ബാക്കിയായിരുന്നു. അടിപൊളി. എന്തായാലും ഉഷാറാക്കി കേട്ടോ. ഈസിയാണ്. എ പ്ലസ് കിട്ടും തോന്നുന്നുണ്ടോ? ഇങ്ങനെ ക്ലാസ്സുകൾ കാണാം, സൈലം ക്ലാസ്സുകളൊക്കെ കാണാറുണ്ടോ? ഇന്ന് രാവിലെയും കൂടി കണ്ടിട്ടുണ്ട്. എന്നിട്ട് ആ ചോദ്യങ്ങളൊക്കെ വന്നോ? എന്താ അവസ്ഥ? ആ കോൺസെപ്റ്റ് ഒക്കെ വന്നു ചെയ്യാൻ പറ്റി കുറേക്കാം. എ പ്ലസ് കിട്ടും. അടിപൊളിയല്ലേ എക്സാം? എ പ്ലസ് കിട്ടോ? എങ്ങനെ വെറൈറ്റി ചോദ്യങ്ങളാണല്ലോ. എന്നിട്ട് എ പ്ലസ് കിട്ടും. എന്നാലും ഉഷാറാണ്. സൈലം ക്ലാസ്സുകളൊക്കെ കാണാറുണ്ടോ? ഇന്ന് രാവിലെയും കൂടി കണ്ടിട്ടുള്ളൂ. എങ്ങനെയായിരുന്നു എക്സാം? ഒക്കെ ഉണ്ടായിരുന്നു. അടിപൊളി. എ പ്ലസ് കിട്ടോ? നിങ്ങൾ വിചാരിച്ച മോഡൽ ക്വസ്റ്റ്യൻസ് ആണോ, അല്ലെങ്കിൽ കോൺസെപ്റ്റ് ആണോ? അടിപൊളി. എന്തായാലും ഉഷാറാക്കി കേട്ടോ. എങ്ങനെയായിരുന്നു എക്സാം? നിങ്ങൾ വിചാരിച്ച പോലെ ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നു. സാറിന്റെ 3 ദിവസത്തെ ക്ലാസ് മൊത്തം എന്താ അവസ്ഥ? എന്താ തോന്നുന്നു? സാർ പറഞ്ഞ ചോദ്യമൊക്കെ വന്നിട്ട് എ പ്ലസ് കിട്ടും.
കോൺഫിഡൻസ് എഴുതിയിട്ടുണ്ട്. എന്തായാലും അടിപൊളിയായിട്ട് സന്തോഷം. പാടുന്ന കണ്ടല്ലോ സ്കൂളിലായിരുന്നു സെന്റ് ജോസഫ് അല്ലേ? എന്താണ് അവസ്ഥ? നിങ്ങൾക്ക് എന്താ പ്രതീക്ഷ ഉണ്ടോ? സീൻ എക്സാം അടുപ്പിച്ചൊക്കെ വന്നു വരയ്ക്കാനുള്ള അതേമാതിരിയാണ്. അതേപോലെ ഒക്കെ വരച്ചു വെക്കുകയും ചെയ്തിട്ടുണ്ടോ? പ്ലസ് കിട്ടൂലേ? രാവിലത്തെ ഭയങ്കര അപ്പൊ എ പ്ലസ് കിട്ടോ? നമ്മൾ പറഞ്ഞ കോൺസെപ്റ്റ് ചോദ്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നോ? അടിപൊളിയാണ്. 9ാം ക്ലാസ്സോട് എന്താ പറയാ? സൈലത്തിനെ വിശ്വസിക്കാം. വിശ്വസിക്കാം, ധൈര്യമായിട്ട് വിശ്വസിക്കാം. നല്ല അടിപൊളിയാക്കാം കേട്ടോ.